2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിന് കാതോർത്ത രാജ്യം. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണിത്. സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത്. 2017 വരെ ഫെബ്രുവരി അവസാന പ്രവൃത്തി ദിനത്തിലായിരുന്നു ബജറ്റ് അവതരണം. നരേന്ദ്രമോദി സർക്കാരാണ് ഈ തീയതി പിന്നീട് മാറ്റിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് 1947 നവംബർ 26-ന് അന്നത്തെ ധനമന്ത്രി RK ഷൺമുഖം ചെട്ടിയാണ് അവതരിപ്പിച്ചത്. വൻ പ്രതീക്ഷകളോടെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം ബജറ്റ്. ഒരു ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ നിർമ്മലയുടെ 9ാമത്തെ ബജറ്റ് അവതരണമാണിത്. തുടർച്ചയായി ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നേട്ടവും നിർമ്മല സീതാരാമനുണ്ട്. ഇന്നത്തെ ബജറ്റ് അവതരണത്തോടെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചവരുടെ പട്ടികയിൽ P. ചിദംബരത്തിനോടൊപ്പം 2ാം സ്ഥാനത്തെത്തും. 10 ബജറ്റ് അവതരിപ്പിച്ച മൊറാർജി ദേശായിയാണ് 1ാം സ്ഥാനത്തുള്ളത്. കേന്ദ്ര ബജറ്റ് കണക്കിലെടുത്ത് ഓഹരി വിപണികൾ ഇന്ന് പതിവ് പോലെ പ്രവർത്തിക്കും. കേന്ദ്ര സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ, സാമ്പത്തിക മുൻഗണനകൾ, ധനകാര്യ വിനിമയം, നയപരമായ വിഷയങ്ങൾ എന്നിവ ഇന്നത്തെ ബജറ്റിൽ ചർച്ചയാവുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വികസന പദ്ധതികൾക്ക് രൂപം നൽകുകയും രാജ്യത്തിന്റെ വളർച്ചാപാതയ്ക്കുള്ള വിപുലമായ രൂപരേഖ നൽകുകയും ചെയ്യും. കേന്ദ്ര ബജറ്റ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ഭാഗമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രതിരോധം, അടിസ്ഥാന സൗകര്യങ്ങൾ, ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടൽ നടത്തുന്നതെന്ന് ബജറ്റ് വ്യക്തമാക്കും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ദിശ നിർണ്ണയിക്കും. ഇതോടെ വിവിധ മേഖലകൾക്ക് അവരുടെ തീരുമാനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായകമാവും. ബജറ്റ് പൗരന്മാരെ നേരിട്ട് ബാധിക്കും. ആദായ നികുതി സ്ലാബുകളിലെയും നികുതി നിരക്കുകളിലെയും കിഴിവുകളും മാറ്റങ്ങളും, ആദായ നികുതി എങ്ങനെ കണക്കാക്കുന്നു എന്നതിലെ മാറ്റങ്ങൾ എന്നിവ ബജറ്റിൽ പ്രഖ്യാപിക്കും. ഈ തീരുമാനങ്ങൾ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും സമ്പാദ്യത്തെ ചെലവഴിക്കുന്നതിന് സ്വാധീനിക്കുന്നു. ഇത് ജനങ്ങൾക്ക് വരാനിരിക്കുന്ന വർഷങ്ങൾക്കുള്ള കാര്യങ്ങൾ മെച്ചമായി ആസൂത്രണം ചെയ്യാൻ സഹായിക്കും. വരുമാന നികുതി അടയ്ക്കുന്നവർക്ക് വലിയ പ്രതീക്ഷകളാണ് ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ളത്. നികുതി ഇളവുകളാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയ പ്രതീക്ഷകളാണുള്ളത്. പുതിയ നികുതി സമ്പ്രദായത്തിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിന് നികുതിയില്ല. പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇളവുകൾ വരുത്തുന്നതുകൊണ്ട് പഴയ നികുതി സമ്പ്രദായം സർക്കാർ നിർത്തലാക്കുമോ അതോ ഏതെങ്കിലും ഇളവുകൾ നൽകുമോ എന്ന് പലരും സംശയിക്കുന്നു. പുതിയ നികുതി സമ്പ്രദായത്തിൽ ദീർഘകാല നിക്ഷേപം നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് ഇൻഷുറൻസ്, പെൻഷൻ, വീട് എന്നിവയിൽ നിക്ഷേപിക്കുന്നവർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ചില പരിമിതമായ കിഴിവുകൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. നികുതി സ്ലാബുകൾക്കും കിഴിവുകൾക്കും പുറമെ നികുതി നിയമങ്ങൾ ലളിതമാക്കാനും നികുതി റീഫണ്ടുകൾ വേഗത്തിലാക്കാനും നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും നികുതിദായകർ ആഗ്രഹിക്കുന്നുണ്ട്. ITR പ്രോസസ്സിലെ കാലതാമസം, AIS പൊരുത്തക്കേടുകൾ, TDS സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബജറ്റ് 2026 നിന്ന് മറ്റൊരു പ്രധാന പ്രതീക്ഷ നികുതി സമ്പ്രദായത്തിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകൾ നൽകുമോ എന്നതാണ്. നിലവിൽ പ്രായത്തിനനുസരിച്ചുള്ള ഇളവുകൾ പുതിയ നികുതി സമ്പ്രദായത്തിൽ ലഭ്യമല്ല. വിരമിച്ചവർക്കായുള്ള പ്രത്യേക നികുതി സ്ലാബുകൾ, ഉയർന്ന റിബേറ്റുകൾ, ആരോഗ്യ സംബന്ധമായ കിഴിവുകൾ എന്നിവയ്ക്കുള്ള ആവശ്യങ്ങളാണ് സജീവമായുള്ളത്. ഇത്തവണത്തെ ബജറ്റ് ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനേക്കാൾ വായ്പ വിതരണത്തിന്റെ വ്യാപ്തിയും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ ഊർജം നൽകും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.